നമുക്ക് മുട്ടത്തോരൻ ഉണ്ടാക്കാം. ഇന്ന് മുട്ടത്തോരൻ എന്ന് പറഞ്ഞാൽ അതിന് മുട്ട ഇപ്പോൾ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. കൊത്തി അരിഞ്ഞ സബോള ഒരു 4 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരല്പം വെളുത്തുള്ളി, അല്പം ഇഞ്ചി, 2 പച്ചമുളക്, ഇതൊക്കെ കുറച്ച് നാളികേരം ചിരകിയത്, ഇതൊക്കെയും കൂടി നമുക്ക് തോരൻ ഉണ്ടാക്കാം. മുട്ട തോരൻ നമുക്ക് ശരിയാക്കാതെ ഉരുളി അടുപ്പത്ത് വെച്ചേക്കാണ്. നമുക്കിതിലേക്ക് ഉരുളി ചൂടായി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം കടുക്, തോരനാണല്ലോ, അപ്പോൾ ഒരല്പം കടുക് ഇടാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് 2 ചെറിയ വറ്റൽമുളക്. നമ്മളിത് കുട്ടികളെ ഉദ്ദേശിച്ചാണ്. പിന്നെ എന്നുവെച്ചാൽ സ്കൂളിൽ പോണ കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് വേറെ ഒരു കറികളും ഇതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പാത്രത്തിലാക്കാൻ ചാറ് കറിയാലും നല്ലത് ഇത് വല്ല തോരന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് അവർക്ക് ചോറിന് കൊടുത്തയക്കാനും ഇതൊക്കെ നല്ല ഒരു കറിയാണ്. തോരൻ, മുട്ട തോരൻ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും. ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തയക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് കടുക് പൊട്ടി വറ്റൽമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പിലയും ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂക്കട്ട എന്നാൽ പച്ച ഇതൊന്ന് മാറും. അതിൽ കൂടെ തന്നെ നമുക്ക് ഇതൊക്കെ ഇടാം. പച്ചമുളകും തക്കാളി, നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. അടുത്തത് സബോള ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് വാടക്കാം. അതോടെ ഒന്ന് വാടട്ടെ കേട്ടോ. നമുക്ക് തക്കാളി ഇടാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഉപ്പിടുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇത് സബോള വാടാനായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ മുട്ടയ്ക്കൊരു ഉപ്പ് രസം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുട്ട ഇത് എല്ലാവരും ഒഴിച്ച് ഇതാക്കുമ്പോൾ പിന്നെ അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ. ഒന്ന് വാടി വരട്ടെ. നമുക്ക് സബോള വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടു. ഇതിലേക്ക് പച്ചമുളക് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അത് മൂക്കാത്ത പച്ചമുളക്. നമുക്ക് ഇത്തിരി അല്പം ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചതച്ച മുളക് അല്പം. അത് തക്കാളിയും ഇതൊന്ന് ഇതായി കഴിയുമ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കടുകൊക്കെ പൊട്ടിയ ഒപ്പം ഇടണമെങ്കിൽ അങ്ങനെ ഇടാം.
തക്കാളിയും കൂടി ഒന്ന് ഈ മുട്ട ഇപ്പോൾ ആവശ്യത്തിന് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നുവെച്ചാൽ വീട്ടിലിപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വീട്ടിലുള്ളവർക്കും അല്പം കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ മുട്ട നമുക്ക് കൂടുതലെടുക്കാം. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ സബോള ആയാലും തക്കാളി ആയാലൊക്കെ നമുക്ക് അല്പം കൂടുതലെടുക്കാം, ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ചാണ് രാവിലെ നമ്മൾ തിരക്ക് പിടിച്ച് അപ്പോൾ വേറെ കറി തോരനൊന്നും വെക്കാൻ ചിലപ്പോൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്ക് നമുക്ക് മുട്ട ഇരിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് 2 മുട്ടയെടുത്ത് ഇതേപോലെ ഒരു സബോളയും ഒരു തക്കാളിയും, ഇപ്പോൾ 2 മുട്ടയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ മതി. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ 1-2 കുട്ടികളൊക്കെ അല്ലേ സ്കൂളിൽ പോകാൻ ഉള്ളത്. അപ്പോൾ അവർക്ക് മാത്രമായിട്ടാണെങ്കിൽ അപ്പോൾ ഒരു 2 മുട്ട, ഇതേപോലെ ഒരു തക്കാളി, ഒരു സബോള. അതിൽ ചിലപ്പോൾ കുട്ടികൾക്ക് പച്ചമുളക് കടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് എരിയും. അപ്പോൾ നമ്മൾ ആ പച്ചമുളക് വേണമെങ്കിൽ ഒന്ന് നടുവ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമുക്കത് പച്ചമുളക് ഇല്ലാതെ അവർക്ക് ചോറിൽ പാത്രത്തിലാക്കി കൊടുക്കാം. എരിവ് കുറവ് മതി എന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുക. ചതച്ച മുളക് അതിൻ്റെ സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് പച്ചച്ചോമ ഒന്ന് മാറിക്കോട്ടെ. കൂട്ടിയിളക്കി കൊടുക്കുക എല്ലാം കൂടി. അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരല്പം മതി മഞ്ഞപ്പൊടി. അല്പം മഞ്ഞപ്പൊടി. ഈ കൂട്ടിയിട്ടു. നമുക്കത് ഒന്ന് ഇതായി കഴിയുമ്പോൾ മുട്ട ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആ ഉണ്ണി ഒന്ന് ഉടച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളത് ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത് മുട്ടേനെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒന്ന് കലയ്ക്കാൻ മതി. തീ ഞാൻ കുറച്ചിട്ടേക്കാണ്. തീ കൂട്ടിയിടാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് ആ നാളികേരം കൂടി ഇട്ട് കൊടുക്കാം. നാളികേരം
ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താട്ടാ. ഞാനിതിപ്പോൾ എളുപ്പത്തിന് എന്നുവെച്ചാൽ നമ്മൾ തിരക്ക് പിടിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് ഇവിടെ തിരക്ക് പിടിച്ചൊക്കെ അല്ലേ ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മൾ വേറെ കുറേ സാധനങ്ങളൊക്കെ അതിലേക്ക് ചേർക്കാമെന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവുകയില്ല. ഇതിപ്പോൾ എരിവൊക്കെ കുറവുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഒലർന്ന് വന്നോട്ടെ. നമുക്ക് ഉപ്പ് നോക്കാം. നമ്മൾ സബോള വാട്ടാൻ ഇട്ട ഉപ്പാണല്ലോ ഇട്ടിട്ടുള്ളൂ. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തും ഉപ്പ് ശരിക്കും ഇളക്കി യോജിപ്പിച്ച് ഓണാണോന്നില്ല. അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ പാകായി ഒലർന്ന്. സബോളയും തക്കാളിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒലരുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇതായിട്ട് നിൽക്കും, വല്ലാണ്ട് ഉണങ്ങിയ പോലെ വരില്ല. തക്കാളിയും സബോളയൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ പാകായി. ഞാൻ സ്റ്റൗ ഓഫാക്കാണ് കേട്ടോ. നമുക്കിത് അടുപ്പത്ത് നിറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ മുട്ടത്തോരൻ റെഡിയായി. ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ കുട്ടികൾ ഇപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് സ്കൂളിൽ പോണ കുട്ടികളുടെ തിരക്കും അവരെ ഒരുക്കലും ഇതൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും പച്ചക്കറി ഇതൊന്നും ഉണ്ടായിന്ന് വരില്ല. വല്ല തോരനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ചാറ് കറിയൊക്കെ അവർക്ക് ചോറിൽ പാത്രങ്ങളൊക്കെ ആക്കി കൊടുത്തയക്കുമ്പോൾ അത് പാത്രങ്ങൾ ലീക്കാവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും തോരനൊക്കെയാണ് കൊടുത്തയക്കാൻ നോക്കുക. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഇതാണ് നമ്മളിതൊന്ന് കുട്ടികൾക്ക് കൊടുത്തയക്കാൻ. കേടുവരുമില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മുട്ട ഓംപ്ലേറ്റോ അല്ലെങ്കിൽ മുട്ട തന്നെ കുത്തിപ്പൊരിച്ചൊക്കെ കൊടുത്തയക്കുമ്പോൾ എന്ന് വെച്ചാൽ അടച്ചു വെച്ച പാത്രത്തിൽ ഒരു മണം വരും. ഉച്ചയാവുമ്പോൾ അവരത് കഴിക്കാൻ എൻ്റെ മക്കളൊക്കെ ഒന്ന് വരുമ്പോൾ പറയാറുണ്ട്, ഒരു മണം വന്നു എന്ന്, മുട്ട ഓംപ്ലേറ്റൊക്കെ ഇതാക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ തക്കാളി സബോളയൊക്കെ ഇട്ട് നന്നായിട്ട് വരട്ടിയ പോലെ തോരൻ ആക്കി എടുത്തേക്കണതാണ്. അപ്പോൾ ഇത് നല്ലതാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ടേസ്റ്റ് നോക്കണ്ട.
ആ ദേ മുട്ടത്തോരനാണ്. ഇത്തിരി നോക്ക്, അല്പം നോക്ക്. ദേ മുട്ടേന്ന് മുട്ട നോക്കല്പം. സ്കൂളിൽ കൊണ്ടുപോയിട്ട് നോക്കിയാൽ മതിയാ. അതിന് സ്കൂളിൽ കൊണ്ടുപോയിട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞത്. വന്ന് നേരം വഴിക്കാണ് ഏറ്റത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എരിവ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നല്ലതാണ്. എരിവ് ഇപ്പം കുട്ടികൾക്കാവുമ്പോൾ പറയട്ടെ. അപ്പം ഇത് കൊണ്ടുപോക്കോട്ടെന്ന്. അപ്പോൾ എരിവ് അല്പം കൂടി കുറച്ചൊക്കെ ഇട്ടാൽ മതി കുട്ടികൾക്ക്. എന്നുവെച്ചാൽ അവർക്ക് ഇതിപ്പോൾ അത്ര അധികം എരിവില്ല. ചോറിനൊക്കെ കൂട്ടാൻ എരിവ് വേണം. പക്ഷെ ചില കുട്ടികൾക്ക് എരിവ് എന്ന് പറഞ്ഞാൽ അടുത്തോടെ പോകാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പം അവർക്ക് ഒരല്പം മുളക് ഇതാക്കി ഇട്ടാൽ മതി. അപ്പോൾ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. പച്ചമുളക് ഇടായാൽ തന്നെ ആ പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ അങ്ങോട്ട് പറക്കി മാറ്റിയിട്ട് അവർക്ക് ആക്കി കൊടുത്തയക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക.